ഭൂരിപക്ഷം ആൾക്കാരും എപ്പോഴും മറ്റുള്ളവരുടെ കോംപ്ലിമെൻറ്റ്സിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി എപ്പോഴും സീക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് എത്ര ആൾക്കാർ ലൈക്ക് ചെയ്തു, എത്ര ആൾക്കാർ ഇതിന് നല്ല കമൻറ്റ് ഇട്ടു, നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു ലിമിറ്റ് വരെ നമ്മളെ ഗ്രോത്തിനെ ഒന്നും ബാധിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരാളുടെ വാലിഡേഷൻ വേണം എന്ന സ്റ്റേറ്റിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മളുടെ വളർച്ചയെ, നമ്മളുടെ ഫിനാൻഷ്യൽ ആണെങ്കിലും നമ്മളുടെ കരിയർ ആണെങ്കിലും നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും എന്താണെങ്കിലും അതിന് കംപ്ലീറ്റ്ലി ഇത് തടയും. സോ ഈ ഒരു സ്വഭാവം ഓവർകം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വളരാൻ പറ്റുള്ളൂ. സോ എങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരുടെ വാലിഡേഷൻ ഓവർകം ചെയ്യാം, അതിനുള്ള മേജർ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, നിങ്ങൾ എത്തരത്തിലുള്ള നിങ്ങളുടെ ചിന്താഗതികളാണ് മാറ്റേണ്ടത്. ആൻഡ് ചില മെത്തേഡ്സാണ് നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് സെൽഫ് വാലിഡേഷനാണ്. സെൽഫ് വർത്ത് അല്ലെങ്കിൽ സെൽഫ് വാലിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല, അതൊരു റിയലൈസേഷനാണ്. എല്ലാവരും വേർത്തിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കളർ എന്താണ്, നമ്മൾ ഏത് സൈസാണ് എന്നുള്ളതിലൊന്നും മാറ്ററല്ല, എല്ലാവരും വേർത്തിയാണ്. സോ ഫസ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യുക. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മളെപ്പോഴാണോ നമുക്ക് വാലിഡേഷൻ തരുന്നത് അപ്പം മുതലാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഒരാളുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറയുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്തായിരുന്നു എൻ്റെ ഹാപ്പിനെസ് ഇരിക്കുന്നത്. പക്ഷേ ഞാനൊരു പോയിന്റിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ലൈക്ക് ഞാൻ അതിനകത്ത് ഇടുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഇടുന്ന എഫേർട്ട് അതൊരിക്കലും പുറത്തുള്ള ഒരാൾക്ക് വിസിബിൾ അല്ല. പുറത്തുള്ള ഒരാൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ സക്സസ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ സക്സസ് ആവണമെന്നില്ല, ചില സമയത്ത് നമ്മൾ അതിൽ നിന്ന് ലെസൺസ് മാത്രമാണ് ലേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ കൈൻഡ് അല്ല, നമുക്ക് തന്നെ വാലിഡേഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പുറത്തുള്ള ഒരാൾക്ക് വിസിബിൾ അല്ല. അയാൾ ഒരിക്കലും നമ്മളിട്ട എഫേർട്ടോ നമ്മൾ എത്രത്തോനെ നമ്മൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ടു എന്നൊന്നും ഒരിക്കലും പുറത്തുള്ള ഒരാൾക്ക് വിസിബിൾ അല്ല. സോ ബി കൈൻഡ് ടു യുവർ സെൽഫ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഒപ്പീനിയനും എല്ലാ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെ വാലിഡേഷനും നമുക്ക് മാറ്റർ അല്ല എന്നുള്ള റിയലൈസേഷനാണ്. നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് അഡ്വൈസ് തരാനും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി കമൻറ്റ് പറയാനും വളരെയധികം ആൾക്കാരുണ്ടായിരിക്കും. അതിൽ ചില ആൾക്കാർ നമ്മുടെ വെൽ വിഷേഴ്സ് ആയിരിക്കും. നമ്മൾ ലൈഫിനകത്ത് വളരണം എന്നാഗ്രഹിക്കുന്ന, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാ കമൻസും എല്ലാ അഡ്വൈസും നമ്മൾ വില കൊടുക്കേണ്ട ആവശ്യമില്ല. എത്തരത്തിലുള്ള കമൻസിനാണ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള അഡ്വൈസിനാണ് നമ്മൾ വില കൊടുക്കേണ്ടതെന്ന് നമുക്കറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് എന്താണ്, നമ്മുടെ ഡ്രീംസ് എന്താണ്, നമ്മുടെ ഗോൾസ് എന്താണെന്ന് നമ്മളറിയണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എൻ്റെ ഒരു ബുക്ക് എടുക്കുക, നമ്മൾ എഴുതുക, ലൈക്ക് എൻ്റെ വാല്യൂസ് എന്താണ്, എൻ്റെ ഡ്രീംസ് എന്താണ്, എൻ്റെ ഗോൾസ് എന്താണ് നമ്മൾ എഴുതി വയ്ക്കുക. കാരണം ഒരാൾ തരുന്ന അഡ്വൈസ് നമുക്ക് മാറ്റർ ആണോ, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് റിയലൈസ് ചെയ്യണമെങ്കിൽ നമുക്കറിയണം ഞാൻ എന്താണ്, എനിക്ക് എന്താണ് ആവേണ്ടതെന്ന്. സോ ഇത് നമ്മൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളിത് റിയലൈസ് ചെയ്യുക. എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ നമ്മുടെ ബ്രെയിനകത്ത് ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കരുതുന്ന രീതിയിലല്ല അത് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ മൈൻഡിലുള്ള എല്ലാ സംഭവങ്ങളും വന്നുകൊണ്ടേയിരിക്കും. സോ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എഴുതുന്നതാണ് നല്ലത്. സോ എഴുതിയതിന് ശേഷം നമ്മൾ കിട്ടുന്ന ഓരോ അഡ്വൈസ് ചിന്തിക്കാം, ലൈക്ക് ഇതെൻ്റെ ഗോളായിട്ട് അല്ലെങ്കിൽ ഇതെൻ്റെ വാല്യൂസായിട്ട് മാച്ചായി പോകുന്നതാണോ, ഒരു അലൈൻ ചെയ്യുന്നതാണോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ ഒഴിവാക്കുക. ലൈക്ക് അതൊരിക്കലും നമ്മളെ ബാധിക്കുന്നില്ല. സോ നമ്മുടെ വെൽവിഷൻ ആണെങ്കിൽ പോലും അയാളുടെ പേഴ്സ്പെക്റ്റീവ് നിന്നായിരിക്കും, അയാളുടെ ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഓരോ ഒപ്പീനിയൻസ് തരുന്നതും. സോ അതൊരിക്കലും നമ്മളുടെ ഒരു ഗ്രോത്തിന് വേണ്ടി നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളതായിരിക്കില്ല. സോ തിരിച്ചറിയാം ഏതൊക്കെ കോംപ്ലിമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരുടെ അഡ്വൈസാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയാം. എപ്പോഴാണ് നമ്മൾ ഒരാളുടെ വാലിഡേഷന് വേണ്ടി എപ്പോഴും സീക്ക് ചെയ്യുന്നത്, നമ്മളുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് അയാൾ നമ്മളെ പുറത്തുള്ള ഒരാളുടെ വാലിഡേഷൻ, ഓക്കെ അയാളത് വാലിഡേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫിനകത്ത് എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ കാരണമാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി സീക്ക് ചെയ്യുന്നത്. നമ്മളിലെ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോൾ. സോ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് എഴുതി വയ്ക്കുക, ഞാൻ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിനകത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ തന്നെയുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷനിൽ നമ്മൾക്ക് വിശ്വാസത്തിന് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എത്രത്തോളം നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നു അത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി സീക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി പറയും. കാരണം നമ്മൾക്കറിയാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. എപ്പോൾ മുതലാണോ നമ്മളിത് തിരിച്ചറിയുന്നത് അപ്പം മുതലായിരിക്കും നമ്മൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. കാരണം എല്ലാവരും നമ്മളുടെ ലൈഫിനകത്ത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവരെല്ലാവരും കാണുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ. നമ്മളെന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരേ ഒരാൾ നമ്മൾ മാത്രമായിരിക്കും.
സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ് യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ തന്നെ എപ്പം മുതലാണോ നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ എടുക്കുന്നത് അപ്പം മുതലായിരിക്കും നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ആൻഡ് ഐ ഹോപ്പ് യു റിയലി എൻജോയ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.